Dear friends, once again welcome to my YouTube channel. നമ്മൾ സാധാരണയായി അപ്പത്തിന് കൂട്ടായിട്ട് സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് വ്യത്യസ്തമായി നമുക്ക് കപ്പ കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കിയാലോ? അതിലേക്ക് വേണ്ട സാധനങ്ങൾ: കപ്പ വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇത് ഒരു 1/4 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സവോള ചെറുതാക്കി നുറുക്കിയത്, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഒരു കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ആദ്യം തിളപ്പിക്കാൻ വയ്ക്കും. വെള്ളം തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച കപ്പ ചേർത്ത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ കപ്പയിൽ കട്ട അഥവാ ചെറിയൊരു വിഷാംശമുണ്ട്, അത് കളയുന്നതിനാണ്. നമ്മൾ ഒരു തവണ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പ്രഷർ കുക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ കപ്പ നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വരാം. ഇപ്പം നമ്മുടെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും ചേർത്ത് നമുക്ക് ഒരു 2 വിസിൽ വരുന്നവരെ പ്രഷർ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കപ്പയും ഉള്ളിയും എല്ലാം കൂടി ചേർന്ന് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിക്കോട്ടെ, തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിച്ചാലോ? ഇതാ നമ്മുടെ അപ്പത്തിനോടൊപ്പം കപ്പ സ്റ്റൂ കഴിക്കാമല്ലോ.